അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ശ്രീകണ്ഠപുരത്തേക്കാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 34 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കണം നമുക്ക് ശ്രീകണ്ഠപുരത്ത് എത്തിച്ചേരുവാൻ. ഇത് നാം എപ്പോഴും കേൾക്കാറുള്ളത് പോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഇസ്ലാമിക ആഗമനത്തിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടുങ്ങല്ലൂരിനോടൊപ്പം ചേർത്ത് പറയുന്ന സ്ഥലമാണ് ശ്രീകണ്ഠപുരം. അങ്ങനെ പറയാനും അങ്ങനെയുള്ള ഒരു പ്രാധാന്യം ഈ പ്രദേശത്തിന് കിട്ടുവാനും 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇവിടെയുള്ള അതിപുരാതനമായ പള്ളി ഹിജ്റ 22 പണിതതാണ് എന്ന ചരിത്ര അനുമാനമാണ്. രണ്ടാമത്തേത്, കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്നു എന്ന് കരുതപ്പെടുന്ന പ്രഥമ പ്രബോധക സംഘത്തിലെ അംഗമായിരുന്ന ഹസ്രത്ത് മാലിക് ബിൻ ഹബീബ് എന്നവർ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന ചരിത്ര അനുമാനമാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന 3 ഖബറുകളിൽ അന്തിയുറങ്ങുന്നത് സ്വഹാബിമാരാണ് എന്ന ചരിത്ര അനുമാനവുമാണ്. ഈ 3 കാരണങ്ങളാലാണ് ഇസ്ലാമിക സംസ്കാരത്തിനും ഇസ്ലാമിക സമൂഹത്തിനും ഏറെ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ശ്രീകണ്ഠപുരം എന്നല്ല ഇസ്ലാമിക ചരിത്രം ഈ പ്രദേശത്തെ വിളിച്ചിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുപട്ടണം എന്നായിരുന്നു ഇതിൻ്റെ പ്രാചീന പേര്. പിന്നെ മൂഷിക വംശത്തിലെ ഒരു രാജാവ് ഭരണം നടത്തിയപ്പോൾ അയാളുടെ പേര് ഈ നാട്ടിന് കൈവന്നതാണ് ശ്രീകണ്ഠപുരം എന്ന പേര്. ചെറുപട്ടണം എന്നാണ് അടിസ്ഥാനപരമായി ഈ പ്രദേശത്തിൻ്റെ പേര്. അത് അറബ് വ്യാപാരികളും സൂഫി സിദ്ധന്മാരുമെല്ലാം അറബിയിൽ അവരുടെ സ്ലാങ്ങിൽ പ്രയോഗിച്ചപ്പോൾ അത് ജഫർത്തൻ എന്നായിത്തീർന്നു. ജഫർത്തൻ എന്ന് കാണുന്ന സ്ഥലം, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന സ്ഥലം, അത് ശ്രീകണ്ഠപുരം എന്ന ഈ ചരിത്ര പ്രദേശമാണ്, ചെറുപട്ടണമാണ്. ഇവിടെ അതിപ്രാചീനമായ കാലഘട്ടം തന്നെ വിദേശികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് ഒരുപാട് കാരണങ്ങളും ന്യായങ്ങളും നമുക്ക് പറയാനുണ്ട്. അതിൽ പെട്ട ഒന്ന്, ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്ന സമ്പന്നമായ ഒരു പുഴയുണ്ട്, ശ്രീകണ്ഠപുരം പുഴ. ഇത് പണ്ട് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലഗതാഗത മാർഗമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അറബികളായ വ്യാപാരികളും അറബികളായ സഞ്ചാരികളും സൂഫിമാരുമെല്ലാം ഈ പ്രദേശത്തിലൂടെ വന്നിട്ടുണ്ട്, ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്ന് വേണം നമ്മൾക്ക് പറയാൻ. 1342 കേരളം സന്ദർശിച്ച ഇബ്ൻ ബത്തൂത്ത തൻ്റെ റിഹലയിൽ ജഫർത്തൻ എന്ന പ്രദേശം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറുപട്ടണം എന്ന ശ്രീകണ്ഠപുരം സന്ദർശിച്ചതായി എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ വെച്ച് ബഗ്ദാദുകാരനായ ഒരു പണ്ഡിതനെ അദ്ദേഹം കണ്ടുമുട്ടിയതായും ആ പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമെല്ലാം ഇവിടെ കുറച്ചു കാലമായി താമസിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതും എല്ലാം റിഹലയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാന സന്ദർശന കേന്ദ്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ പ്രത്യേകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന 3 ഖബറുകളുണ്ട് എന്ന് പറഞ്ഞു.
ആ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്വഹാബിമാരാണ് എന്ന് ചരിത്രപരമായി അനുമാനിക്കപ്പെടുന്നുണ്ട് എന്നും നാം പറഞ്ഞു. ഈ ഖബറുകൾ സൈനുദ്ദീൻ ഉമർ, അദിയുബ്നു ഹാത്തിം, ഉമർ മുഹ്ലാർ ഈ 3 പേരുടേതാണ് എന്നാണ് പൊതുവായ വിശ്വാസവും ധാരണയും. അങ്ങനെ ഡോക്ടർ CK കരീം സാർ തൻ്റെ കേരള മുസ്ലിം ഡയറക്ടറിയിൽ പറയുന്നുണ്ട്. VA അഹമ്മദ് കബീർ കേരളത്തിലെത്തിയ സഹാബിമാർ എന്ന തൻ്റെ 1994 ഇറങ്ങിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല അസംഖ്യം ലേഖനങ്ങളിലും പഠനങ്ങളിലും പ്രബന്ധങ്ങളിലും ഇങ്ങനെ ഇവരുടെ പേരുകൾ അടക്കം പറയുന്നുണ്ട്. ആ പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നത് അതിൽ അദിയുബ്നു ഹാത്തിം എന്ന വളരെ പ്രശസ്തനായ ഒരു സഹാബിയുടെ പേര് ഉണ്ടായതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഒരു രൂപത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഈ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ വളരെ പ്രാചീനമായ, അതായത് ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരാണ് എന്നത് അവിതർക്കിതമായൊരു കാര്യമാണ്. കാരണം ഈ ഖബറുകളുടെ ശിലാഫലകത്തിൽ എഴുതിയിരിക്കുന്ന വിവരണം കൂഫി അറബിയിലാണ്. കൂഫി അറബി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ സമാന സ്വരങ്ങളുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ സമാന രൂപങ്ങളുള്ള അക്ഷരങ്ങൾ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പുള്ളികളും മറ്റുമെല്ലാം ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്ലാമിക സമൂഹം ഉപയോഗിച്ചിരുന്ന അറബി ലിപിയാണ് കൂഫി ലിപി. ആ ലിപിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹിജ്റ 80 പുള്ളിയും മറ്റു കാര്യങ്ങളുമൊക്കെ അറബി ലിപിയിൽ വന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാചീനമായ ഏതോ മഹാന്മാരുടെ ഖബറുകളാണ്. ഒരുപക്ഷെ സഹാബിമാരാവാം, ഒരുപക്ഷെ താബിഈകളുമാകാം. അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേസമയം ഈ വിഷയത്തിൽ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രമുഖ സഹാബിയായ അദീബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ് ഇത് എന്നതാണ്. അദീബ്നു ഹാത്തിം എന്ന് പറയുന്ന ആൾ ഹാത്തിമുത്വായിയുടെ മകനാണ്. ഹാത്തിമുത്വായി എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും ഉദാരനായിരുന്ന, അല്ലെങ്കിൽ അറബ് സംസ്കാരത്തിൽ ഉദാരതയുടെ പര്യായമായി പരിഗണിക്കപ്പെടുന്ന ഒരാളായിരുന്നു ഹാത്തിമുത്വായി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതായി, അദ്ദേഹത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരുപാട് നന്മകൾ ഉള്ള ആളായിരുന്നു അദ്ദേഹം. ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ വലിയ മന്ദമാരുതനായിരുന്നു അദ്ദേഹം. അതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാമിൽ എത്തിച്ചേർന്നിട്ടില്ല. അതൊന്ന്. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ചില എതിർപ്പുകളോ വെല്ലുവിളികളോ ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന് നേരിടേണ്ടി വന്നു. അതിനെ തുടർന്ന് ഹിജ്റ 7 അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുടനെയോ അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈനിക നീക്കം ത്വയ്യി കുടുംബത്തിന് നേരെ നബി തിരുമേനി നടത്തുകയുണ്ടായി. പക്ഷേ ഇസ്ലാമിക സേന അവിടെ എത്തുമ്പോഴേക്കും അദീബ്നു ഹാത്തിം അടക്കമുള്ള പ്രധാനികളൊക്കെ നാടുവിട്ടിരുന്നു. അവിടെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു സ്ത്രീയെ മാത്രമാണ്. ആ സ്ത്രീ ഹാത്തിമുത്വായിയുടെ മകൾ സിഫാനയായിരുന്നു. സിഫാനയെ തടവുകാരിയായി കൊണ്ടുവന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ചും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും സ്റ്റാറ്റസിനെക്കുറിച്ചുമെല്ലാം ആലോചിച്ചു. അപ്പോൾ അവർ ഹാത്തിമുത്വായിയുടെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ അവരോട് കാരുണ്യം കാണിക്കുകയും അവരെ വെറുതെ വിട്ടയക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ സഹോദരിയിൽ നിന്നാണ് സഹോദരൻ അദിയുബ്നു ഹാത്തിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സഹോദരി കൂടി പ്രോത്സാഹിപ്പിച്ചപ്പോൾ അദീബ്നു ഹാത്തിം മദീനയിലെത്തി എന്നാണ്. സത്യത്തിൽ ഇസ്ലാമം സ്വീകരിക്കാനൊന്നുമല്ല അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹം വന്നത് ഇദ്ദേഹം ഒരു രാജാവാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. ആ പരിശോധനയിൽ അദ്ദേഹത്തിന് ഏതാനും സമയം കൊണ്ട് തന്നെ ഇദ്ദേഹം ശരിക്കും പ്രവാചകനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു.
അദ്ദേഹം പിന്നെ ഹിജ്റ 63 ഹിജ്റ 64 മരണപ്പെട്ടു എന്നതാണ് മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അടക്കമുള്ള ചരിത്രകാരന്മാരെല്ലാവരും പറയുന്നത്. അപ്പോൾ ആ അദീ ഇബ്നു ഹാത്തിം എന്ന് പറഞ്ഞവർ ഇവിടെ കേരളത്തിൽ എത്തി, ഇവിടെ മരണപ്പെട്ടു, ഇവിടെ മറവ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ആവശ്യമായ തെളിവുകൾ, ഉപോത്ബലകങ്ങളായ തെളിവുകൾ ഇല്ലാത്ത ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള അഞ്ചില്ലത്ത് എന്ന എഴുത്തുകാരൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് അദീ ഇബ്നു ഹാത്തിം എന്നല്ല എഴുതിയിരിക്കുന്നത്, അലി ഇബ്നു ഹാനിം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ താബിയകളിലോ മറ്റോ പെട്ട ഏതോ ശ്രേഷ്ഠനായ ഒരു അലി ഇബ്നു ഹാനിമായിരിക്കാം. ഏതായിരുന്നാലും അവരെല്ലാം അള്ളാഹുവിങ്കൽ സമീപസ്ഥരാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ പേരുകൾ കൃത്യമായി നിശ്ചയിച്ച് പറയുവാൻ ചരിത്രത്തിൽ അതിൻ്റേതായ പ്രയാസമുണ്ട് എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ കടാക്ഷമുണ്ടാകുമാറാവട്ടെ. നമുക്ക് ഇനി മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.